ഓക്കെ ഗൈസ്, നമ്മുടെ സിറ്റിയിലില്ലേ ഒരു പുതിയ മഹീന്ദ്രയുടെ ഷോറൂമൊക്കെ വന്നുട്ടാ. ആ ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ആ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് അവിടെയുള്ള എല്ലാ വണ്ടികളും അടിച്ചു മാറ്റാം. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, ഈ വണ്ടികൾ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥിരം പരിപാടിയാ. നമ്മൾ വണ്ടികൾ അടിച്ചു മാറ്റും, എന്നിട്ട് വേറെ വിലവർക്ക് കൊണ്ടുപോയി വിൽക്കും. അതും നല്ല വിലയ്ക്ക് വിൽക്കുക. എൻ്റെ കയ്യിൽ പിന്നെ ഈ ഒരു ബുള്ളറ്റ് ഉണ്ട് കേട്ടാ. ഈ വണ്ടി ഞാൻ എവിടെ നിന്നോ അടിച്ചു മാറ്റിയതാ. ഇത് പിന്നെ നൈസ് വണ്ടിയാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് അവിടെയുള്ള എല്ലാ കാറും അടിച്ചു മാറ്റാം. പിന്നെ ഈ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രല്ല, ഈ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കിന്ന് ആ വണ്ടികൾ അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ ഷോറൂമിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഈ ബൈക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം, ആരും കാണില്ല. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ വണ്ടികൾ ഉണ്ടെന്നാ പറഞ്ഞേ. നമുക്കൊന്ന് നോക്കി നോക്കാം. എൻ്റെ കയ്യിൽ പിന്നെ ഒരു സ്നൈപ്പർ ഉണ്ട്. നമുക്ക് സ്നൈപ്പറിൻ്റെ സ്കോപ്പ് വെച്ച് നോക്കി നോക്കാം. ഒരു മിനിറ്റ് കേട്ടാ. സൈഡിൽ ഒരു പെണ്ണ് പൂണ്ട്. ഈ പെണ്ണ് കണ്ടാലേ ചിലപ്പോൾ പണിയാവും. ഈ പെണ്ണ് തൽക്കാലം ഇവിടെ നിന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ആ പെണ്ണങ്ങനെ ഇവിടെ നിന്ന് പോയേക്കാണ് കേട്ടാ. ഇനിയിപ്പോൾ ആരും കാണില്ല. നമുക്ക് സ്കോപ്പ് വെച്ച് നോക്കി നോക്കാം. അവിടെ പിന്നെ ഒരു സ്കോർപ്പിയോ ഉണ്ട് കേട്ടാ. എനിക്ക് സ്കോർപ്പിയോ മാത്രമേ കാണാനുള്ളൂ. ആ സ്കോർപ്പിയോ പിന്നെ നൈസ് വണ്ടിയാ. നമുക്കപ്പോൾ അത് പോയിട്ട് അടിച്ചു മാറ്റാം. ഞാൻ പിന്നെ മാസ്കൊക്കെ ഇട്ടുണ്ട് കേട്ടാ, അതുകൊണ്ട് ആരും എന്നെ തിരിച്ചറിയില്ല. ഒരു മിനിറ്റ്, ഇതെന്താ സംഭവം? മോൺസ്റ്റർ ട്രക്കാ? ഓ, ഇത് മോഡിഫൈഡ് താറാ. സംഭവം കൊള്ളാണ്ടാ, നൈസായിണ്ട്. ഈ ഷോറൂമിൽ വേറെ വണ്ടിയില്ലേ? ഓ, ഇപ്പുറത്തെ സൈഡിൽ ഇഷ്ടം പോലെ കാറുണ്ട്. ഇവിടെ മറ്റേ പുതിയതായിട്ട് ഇറങ്ങിയ താറിൻ്റെ 5 ഡോർ അല്ലേ, അത് കാണാണ്ട്. പിന്നെ അവിടെ ബൊളേറോ ഉണ്ട്, പിന്നെ സാധാ താറുണ്ട്. ഇവിടെ എല്ലാ മഹീന്ദ്രയുടെ കാറുണ്ട്. പക്ഷെ ഈ കാറില്ലേ, മോൺസ്റ്റർ കാറ്, ഇത് നൈസായിട്ട് കേട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടി അടിച്ചു മാറ്റാം. ഇവിടെ പിന്നെ ഷോറൂമിലേ എനിക്ക് ഒരാളിനും കാണാനില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് സ്ഥലം വിടാം. ലെറ്റ്സ് ഗോ. ഇത് പിന്നെ വലിയൊരു വണ്ടിയാണ് കേട്ടാ, അതുകൊണ്ട് ഓടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. എൻ്റെ ബൈക്ക് പിന്നെ അവിടെ കിടന്നോട്ടെ, ഞാൻ പിന്നെ വന്ന് എടുത്തോളാം. ഓക്കെ, ഇവിടെ ഞാൻ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഈ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ വീടിൻ്റെ മുമ്പിലേ പോലീസ് സ്റ്റേഷനാണ് ഉള്ളത്. അവർ നമ്മളെ പെട്ടെന്ന് ശ്രദ്ധിക്കൊന്നുമില്ല, കാരണം ഇവിടുത്തെ പോലീസുകാരൊക്കെ മണ്ടന്മാരാ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്കേ ഒരു ട്രക്ക് വേണം കേട്ടാ. ട്രക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 3-4 വണ്ടികൾ ഒരുമിച്ച് കൊണ്ടുവരാം. ഇവിടെ പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിൽ ചിലപ്പോൾ ട്രക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു ട്രക്കൊക്കെ ഉണ്ട് കേട്ടാ. ഇത് പിന്നെ ഒരു വലിയ സൈസ് ട്രക്കാ. നമുക്ക് ഈ ട്രക്കാണ് വേണ്ടത്. ഇതിൽ പിന്നെ നമുക്ക് 2 വണ്ടികൾ ഒരുമിച്ച് കൊണ്ടുവരാം. 2 അല്ല, 3 വണ്ടികൾ ഒരുമിച്ച് കൊണ്ടുവരാം. ഈ ട്രക്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്കപ്പോൾ ഈ ട്രക്കും കൊണ്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ബാക്കി വണ്ടികൾ അടിച്ചു മാറ്റാം. ഇവിടെ ഞാനിപ്പോൾ ഷോറൂമിലേക്ക് എത്തിയേക്കാണ്. ഈ ട്രക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ട്രക്ക് പാർക്ക് ചെയ്താലും ആരും കാണില്ല. നമുക്ക് ബാക്കി വണ്ടികൾ പോയിട്ട് അടിച്ചു മാറ്റണം. ഇവിടെ മറ്റേ താറുണ്ട് കേട്ടാ, താറിൻ്റെ 5 ഡോറ്. 5 ഡോറുണ്ട്, 3 ഡോറുണ്ട്, 2 കാറുണ്ട്. അയ് ശരി, നിക്കടവിടെ. നീ വീണ്ടും വണ്ടി അടിച്ചു മാറ്റാൻ വന്നൂലേ? നേരത്തെ ഒരു മോഡിഫൈഡ് താരം അടിച്ചു മാറ്റിയില്ലേ? ആ വണ്ടി എവിടെയാ? മര്യാദയ്ക്ക് ആ വണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കേ? നീ ശരിക്കും പോലീസിനെ വിളിക്കോ? എനിക്കൊന്ന് കാണണം. ദേ കിടക്കണോ അവിടെ. എടി കൊച്ചേ, ഞാൻ ആദ്യമായിട്ടല്ലേ വണ്ടി അടിച്ചു മാറ്റണേ. അല്ല പിന്നെ പോലീസിനെ വിളിക്കുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ താറങ്ങ് എടുക്കാം, എന്നിട്ട് നേരെ ട്രക്കിൽ കയറ്റാം.
ഓക്കെ, ഇവിടെ ഞാനേ 3 കാറുകൾ ട്രക്കിൽ കയറ്റിക്കാണ് കേട്ടാ. ഈ ട്രക്കിൽ നമുക്ക് 3 കാറുകൾ കയറ്റാൻ പറ്റും. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ ട്രക്ക് എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഇപ്പം നമ്മുടെ കയ്യിൽ 4 വണ്ടികളായി. ഇനി ആ ഷോറൂമിലില്ലേ, അവിടെ 2 വണ്ടികൾ കൂടിയും ബാക്കിയുണ്ട്. നമുക്ക് അതും കൂടിയും പോയിട്ട് എടുക്കണം. A few moments later. ഒരു മിനിറ്റ്, ഇതെന്തത്? ഷോറൂമിലെ പോലീസൊക്കെ വന്നല്ലോ. എനിക്ക് തോന്നണതേ ആ പെണ്ണ് പോലീസിനെ വിളിച്ചു എന്നാ. അതെ, പോലീസിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവന്മാർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ വീട് തന്നെ വരുന്നത് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലാ. എന്നിട്ടും ഇവർക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോഴാ നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ആ ബാക്കി 2 വണ്ടികളില്ലേ, അതും കൂടി ഈ ട്രക്കിൽ കയറ്റാം. എന്നിട്ട് വേഗം സ്ഥലം വിടാം. ഈ ഷോറൂമിൽ പിന്നെ വേറെ ആരും ഇല്ലാട്ടാ. നമുക്കപ്പോൾ ഈ ട്രക്ക് എടുത്ത് ഷോറൂമിൻ്റെ ഫ്രണ്ടിലിടാം. ഇനിയിപ്പോൾ ഒരാളും കാണാൻ പോണില്ല. Meanwhile. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ആ ബാക്കി 2 വണ്ടികളില്ലേ, അതും കൂടി അടിച്ചു മാറ്റിയേക്കാണ് കേട്ടാ. അത് ഈ ട്രക്കിൻ്റെ മേലെ കയറ്റി. നമുക്കപ്പോൾ ഈ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം. ഇവിടെ പിന്നെ എനിക്ക് ഈ വാണ്ടഡ് ലെവലൊന്നും വന്നിട്ടില്ല കേട്ടാ. ഞാൻ പിന്നെ പോരാത്തിന് 2 പോലീസിൻ്റെ കാറ് കത്തിച്ചളഞ്ഞു. എന്നിട്ടും വലിയ സീനൊന്നുമില്ല. ഒരു മിനിറ്റ്, പോവല്ലേ. ഈ വണ്ടി എങ്ങനെ പുറത്തേക്ക് വീണാലേ പണിപ്പാളും. പിന്നെ ഈ വണ്ടികളൊക്കെ ഡാമേജ് ആവും. നമുക്ക് സേഫായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാം. അതായിരിക്കും നല്ലത്. ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ എല്ലാ വണ്ടികളും വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കാണ് കേട്ടാ. വണ്ടികൾക്ക് പിന്നെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഞാനിനി ഒരു കാര്യം ചെയ്യാൻ പോവാ. ഈ വണ്ടികളൊക്കെ ഞാൻ വിൽക്കാൻ പോവാ. എന്നിട്ട് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടാക്കും. ഇത് പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.